ഇനി മറ്റു വാർത്തകളിലേക്ക് വരാം. തൃശ്ശൂരിൽ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് റോഡിൽ വീണ് ബസ് കയറി മരിച്ചു. പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്താണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന അമ്മ പത്മിനി ചികിത്സയിലാണ്. MG റോഡിൽ കോൺഗ്രസിന്റെയും BJPയുടെയും പ്രതിഷേധം നടക്കുകയാണ്. ലിഷോയ് വിവരങ്ങളുമാണ്. ലിഷോയ്, സങ്കടകരമായ ഒരു സ്ഥിതിയാണല്ലോ. ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി വെട്ടിക്കുക, നേരെ ബസ്സിനടിയിലേക്ക് പോവുക, മകൻ മരിക്കുക. ഇത് എപ്പോഴായിരുന്നു ഈ അപകടം? ഇപ്പോൾ പ്രതിഷേധം എങ്ങനെയാണ്? ഇന്ന് രാവിലെ 7:15 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. തൃശ്ശൂർ MG റോഡിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. MG ഒരു കോട്ടപ്പുറം പാലത്തിനോട് അടുത്ത് വെച്ച് തന്നെ ഒരു കുഴി ഉണ്ടായിരുന്നു. ആ കുഴിയിൽ പെടാതിരിക്കാനായി സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന വിഷ്ണുദത്ത് എന്ന് പറയുന്ന പൂങ്കുന്നം സ്വദേശിയായ യുവാവ്, ആ യുവാവും യുവാവിന്റെ അമ്മയുമാണ് ആ സ്കൂട്ടറിൽ ഉണ്ടായിരുന്നത്. ഈ കുഴിയിൽ പെടാതിരിക്കാനായി വെട്ടിച്ച സമയത്ത് തന്നെ തൊട്ടുപുറകിൽ ഉണ്ടായിരുന്ന ബസ് വന്നിടിക്കുകയും ബസ് ദേഹത്തേക്ക് കയറുകയുമാണ് ഉണ്ടായത്. അങ്ങനെ ഈ വിഷ്ണുദത്തിന്റെ ദേഹത്തുകൂടി ബസ് കയറുകയും കൂടെ ഉണ്ടായിരുന്ന അമ്മയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംഭവത്തിൽ ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടക്കുകയാണ്. ഇത് കോർപ്പറേഷന്റെ അധീനതയിലുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ പ്രതിപക്ഷ കൗൺസിലർമാർ, പ്രത്യേകിച്ചും തൃശ്ശൂരിലാണ് ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. ആ റോഡിന് നടുവിലുള്ള കുഴിയിൽ വീഴാതെ ഇരിക്കാൻ വേണ്ടി അമ്മയുമായി പോകുന്ന വാഹനം വെട്ടിച്ചപ്പോഴാണ് തൊട്ടു പിന്നിലുള്ള ബസ് വന്ന് ഇടിക്കുകയും അപകടമുണ്ടാവുകയും ചെയ്തത്. അപകടത്തിന് ശേഷം അതിൽ കുറച്ച് മെറ്റലിട്ട് നികത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് അവിടെ നിന്നുള്ള ചില പ്രതികരണങ്ങൾ ലഭ്യമാണ്, അതിലേക്ക് കൊടുക്കാം. ഈ കുഴി വന്നിട്ട് ഏകദേശം മഴയ്ക്ക് മുമ്പ് വന്നിരുന്ന കുഴിയായിരുന്നു. നല്ല താഴ്ചയിലായിരുന്നു ആ കുഴി അവിടെ ഉണ്ടായിരുന്നത്. അതില് ആൾക്കാർ എന്നും വന്ന് വീഴ്ചയും കാര്യങ്ങളും ഉണ്ടായിരുന്നതാണ്. ബൈക്ക് വന്ന് വീണു, തൊട്ടപ്പുറത്തോടെ ബസ് വന്ന് തട്ടി പോയതാണ്. കടയുടെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ബസ് മുട്ടി 2 വീലർ വലിച്ചു കൊണ്ടുവരുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ അടിപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് വീലില്, ലെഫ്റ്റ് സൈഡിലെ വീലിൽ അടിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അമ്മേനെ പേർക്ക് ഞാൻ അവിടെ നോക്കിയപ്പോൾ അമ്മ വണ്ടി തട്ടി കൊടുത്ത് അമ്മ വണ്ടി അവിടെ നിന്നുണ്ട്. അമ്മ ഏറ്റുണ്ട്, എണീക്കാൻ പറ്റില്ല, അമ്മ അവിടെ ഏറ്റു നിൽക്കുന്നുണ്ട്.